നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. അർഹതപ്പെട്ടവരെയെല്ലാം ഭൂമിയുടെ അവകാശികളാക്കുക സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. റവന്യൂ വകുപ്പിൽ നടപ്പാകുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളെന്ന് റവന്യൂ മന്ത്രി. റവന്യൂ വകുപ്പിലെ 376 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി. സ്മാർട്ട് വില്ലേജ് ഓഫീസുകളിലൂടെ പൊതുജനങ്ങൾക്ക് വേഗത്തിൽ സേവനം ലഭ്യമാക്കുക ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. അർഹതപ്പെട്ടവരെയെല്ലാം ഭൂമിയുടെ അവകാശികളാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇതിനായി ഭൂപതിവ് നിയമങ്ങൾക്ക് 64 വർഷത്തിന് ശേഷം ഭേദഗതി വരുത്തുവാൻ ഒരുങ്ങുകയാണ് സർക്കാർ. റബ്ബർ കൃഷിഭൂമി പോലെ ഉടമസ്ഥാവകാശം നിശ്ചയിക്കാനാവാത്ത ചില പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയം അനുവദിക്കുന്നതിനുള്ള കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപയാക്കി ഉയർത്താൻ ഒരുങ്ങുകയാണ്. പട്ടയ ഡാഷ്ബോർഡ് നടപ്പിലായതോടെ വാതിൽപ്പടി പട്ടയ വിതരണത്തിന് സമാനമായി പട്ടയമില്ലാത്തവരുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി വിതരണം നടത്തുകയാണ് സർക്കാർ. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായാൽ പട്ടയ വിതരണം കൂടുതൽ വേഗതയാർജിക്കും. 3000-ഓളം പട്ടയങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം ജില്ലയിൽ വിതരണം ചെയ്യാനായി. ഡിജിറ്റൽ റവന്യൂ കാർഡിലൂടെയും ഡിജി ലോക്കർ സംവിധാനത്തിലൂടെയും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. 978 പട്ടയങ്ങളാണ് ടൗൺ ഹാളിൽ നടന്ന താലൂക്ക് തല പട്ടയമേളയിൽ വിതരണം ചെയ്തത്. ജില്ലയിൽ ഏറെക്കാലമായി പരിഹാരം കാണാതെയിരുന്ന തൃശൂർ താലൂക്കിലെ ഒല്ലൂർ നവജ്യോതി, ശാന്തിനഗർ, പട്ടാളക്കുന്ന്, അവണൂർ അംബേദ്കർ നഗർ, ഇത്തപ്പാറ നഗർ, തങ്ങാലൂർ വില്ലേജിലെ മയിലാടുംകുന്ന് നിവാസികളുടെയും ഭൂമി പ്രശ്നത്തിന് ഇതോടെ പരിഹാരമായി. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 57 പേർക്കും ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 274 പേർക്കും നാട്ടികയിലെ 166 പേർക്കും മണലൂരിലെ 35 പേർക്കും ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു. 387 ദേവസ്വം പട്ടയങ്ങളും മേളയിൽ വിതരണം ചെയ്തു. മണലൂരിൽ 72, ഒല്ലൂരിൽ 168, തൃശ്ശൂരിൽ 63, നാട്ടികയിൽ 84 ദേവസ്വം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഇതുകൂടാതെ 59 പുറമ്പോക്ക് പട്ടയങ്ങളും വിതരണം ചെയ്തു. ജില്ലയിലെ വനഭൂമി പ്രശ്നം കൂടി പരിഹരിക്കുന്നതിനായി പ്രത്യേകമായി ഓഫീസ് തുറന്നുകൊണ്ട് 10 ടീമോളം സർവേയർമാർ പരിശോധന നടത്തി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 4118 അപേക്ഷകൾ കഴിഞ്ഞ ജൂൺ 25-ന് കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വിവിധ താലൂക്കുകളിൽ പട്ടയമേളകൾ നടന്നു വരികയാണ്. നേരത്തെ പാണഞ്ചേരി വില്ലേജിലെ ഇരുമ്പ് പാലം, ചുവന്നമണ്ണ് രാജീവ് ദശലക്ഷം നഗർ നിവാസികളായ 63 കുടുംബങ്ങൾക്ക് മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്തിരുന്നു. പി ബാലേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, ADM T മുരളി, ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി, തൃശൂർ തഹസിൽദാർ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. അർഹരായവർക്ക് പട്ടയം നൽകാൻ ആവശ്യമെങ്കിൽ ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ താലൂക്ക് തല പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാധാരണക്കാർക്കും അർഹരായവർക്കും ഭൂമി അനുവദിക്കാൻ വിപുലമായ ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്നും 2.5 ലക്ഷം രൂപയായി ഉയർത്തും. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 4,09,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ നവംബറോടെ സ്മാർട്ട് റവന്യൂ കാർഡുകൾ വിതരണം ചെയ്യും. ചിപ്പുകൾ ഘടിപ്പിച്ച ATM കാർഡ് രൂപത്തിലുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ നിലവിൽ വരുന്നതോടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഇതുവഴി അറിയാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുജനങ്ങൾക്ക് സേവനം വേഗത്തിൽ ലഭ്യമാക്കുകയാണ് സ്മാർട്ട് വില്ലേജുകളുടെ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പത്തനംതിട്ട, കോന്നി, കോട്ടാങ്ങൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ കൂടുതൽ സൗകര്യങ്ങളോടെ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ്. സംസ്ഥാനത്ത് 600-ഓളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി. ഇതിലൂടെ അടിസ്ഥാന സൗകര്യത്തിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കായി അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഡിജിറ്റൽ സർവേ വഴിയൊരുക്കി. 9 വർഷത്തിൽ 4 ലക്ഷത്തിലേറെ ഭൂവുടമകളെ സൃഷ്ടിച്ചു. 4 വർഷത്തിൽ സംസ്ഥാനത്ത് 2,23,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തതായും മന്ത്രി പറഞ്ഞു. റാന്നി MLA പ്രമോദ് നാരായണൻ അധ്യക്ഷനായിരുന്നു. കോട്ടാങ്ങലിൽ നിരവധി ജനകീയ പദ്ധതികൾ സാധ്യമാക്കാനായെന്നും MLA പറഞ്ഞു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ S. ശ്രീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 44 ലക്ഷം രൂപ വിനിയോഗിച്ച് 1290 ചതുരശ്ര അടിയിലാണ് ഓഫീസ് നിർമ്മിച്ചത്.
വരാന്ത, കാത്തിരിപ്പ് മുറി, റെക്കോർഡ് മുറി, മീറ്റിംഗ് റൂം, ഡൈനിങ് ഹാൾ, പബ്ലിക് സ്റ്റാഫ് ടോയ്ലറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ, ADM ബി ജ്യോതി, ജില്ലാ പഞ്ചായത്ത് അംഗം രാജി പി രാജപ്പൻ, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു, വൈസ് പ്രസിഡന്റ് ആനി രാജു, കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ്, വൈസ് പ്രസിഡന്റ് MA ജമീല ബീബി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ ജനാഭിമുഖ്യത്തോടെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ റവന്യൂ വകുപ്പിൽ തുടരുമെന്ന് മന്ത്രി കെ രാജൻ. എഴുമറ്റൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുജനങ്ങൾക്ക് വേഗതയിൽ സേവനം ലഭ്യമാക്കാൻ ഡിജിറ്റൽ കാർഡ് ഒരുക്കുകയാണ് റവന്യൂ വകുപ്പ്. ഇതിലൂടെ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ചിപ്പുകൾ പതിപ്പിച്ച ഒറ്റ കാർഡിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. 4 വർഷമായി സംസ്ഥാനത്ത് 2,23,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് നടപ്പാക്കുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ്. അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഉതകുന്ന ഡിജിറ്റൽ റീസർവേയിലൂടെ ചരിത്രത്തിലാദ്യമായി 1.5 വർഷത്തിനുള്ളിൽ 4.5 ലക്ഷം ഹെക്ടറുള്ള ഭൂമി അളന്നിട്ടപ്പെടുത്തി. 600ഓളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി. സമഗ്രവും ജനകീയവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ റവന്യൂ സേവനങ്ങളിലേക്ക് കടക്കുന്ന കാലത്ത് വില്ലേജുകൾ സ്മാർട്ട് ആകേണ്ടത് അനിവാര്യമാണ്. റവന്യൂ വകുപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്ക് ആകുമെന്നും മന്ത്രി പറഞ്ഞു. എഴുമറ്റൂരിൽ സമഗ്ര വികസനമാണ് നടക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പ്രമോദ് നാരായണൻ MLA പറഞ്ഞു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം കോഴഞ്ചേരി റീജിയണൽ എഞ്ചിനീയർ AK ഗീതമ്മാൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 45 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. റെക്കോർഡ് റൂം, ഡൈനിങ്, വെയിറ്റിംഗ്, മീറ്റിംഗ് മുറി, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ, ADM ബി ജ്യോതി, കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സൂസൻ ജോസഫ്, എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ജേക്കബ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ലാൻഡ് റവന്യൂ വകുപ്പിലെ 376 ജീവനക്കാരെ സീനിയർ ക്ലാർക്ക്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതോടെ വന്ന അത്രയും ക്ലാർക്ക് തസ്തികയിലേക്കുള്ള ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി. ക്ലാർക്ക്, വില്ലേജ് അസിസ്റ്റന്റുമാരുടെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയാണ് KS ആൻഡ് SSR ചട്ടപ്രകാരം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നൽകിയത്. ഇതോടെ വരുന്ന 376 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഡെപ്യൂട്ടി കളക്ടർ മുതൽ സീനിയർ ക്ലാർക്ക് വരെയുള്ള റവന്യൂ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഒരു പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വേഗത്തിലാക്കി 376 പേർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ കഴിഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.